ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യു പി എസ് സിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതായത് ഓൺലൈൻ റിസോഴ്സസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് നോക്കുന്നത് റാത്തോഡ് IASൻ്റെയാണ്. എപ്പോഴും ഇല്ല, ഇടയ്ക്ക് ഞാൻ നോക്കും. പിന്നെ യു പി എസ് സിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക് യു പി എസ് സിക്ക് വാല്യൂ അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ കോർ സബ്ജക്റ്റ് പഠിക്കണം. കോർ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് വാല്യൂ അഡീഷന് കുറച്ച് കാര്യങ്ങൾ വേണ്ടേ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അതിന് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കണ്ടൻറ്റ് തരുന്ന കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്. സോ ആ വെബ്സൈറ്റ്സ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് വികാസ്പീഡിയ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് GS2 GS2 മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീംസിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് വികാസ്പീഡിയ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ GS2 മാത്രമല്ലല്ലോ, എല്ലാത്തിലും നമുക്ക് യൂസ്ഫുള്ളാണ്. GS1 വരും സ്കീംസിനെ കുറിച്ച് ചോദിക്കും. സ്കീംസിനെ കുറിച്ച് എഴുതാൻ നമുക്ക് GS2 ചിലപ്പോൾ സ്കീംസൊക്കെ എടുത്ത് ചോദിക്കും, സ്കീംസ് തന്നെയായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ GS3 ഇന്ന സ്കീംസൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസേഴ്സിൽ കോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. സോ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PRS India. അത് GS2 നല്ല യൂസ്ഫുള്ളാണ്. വെബ്സൈറ്റിൽ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന ബിൽസിൻ്റെ സമ്മറി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമ്മറിയും അതിൽ കൊടുത്തിട്ടുണ്ട്. PRS Indiaയിൽ നോക്കുക, യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബ്ലോഗ്സ്, കാര്യങ്ങൾ, ആർട്ടിക്കിൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വായിച്ചു നോക്കുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IDSA ആണ്. IDSA എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പം ലാസ്റ്റായിട്ട് കൊടുത്തേക്കുന്നത് ഇൻ്റർനാഷണൽ ന്യൂസസിന്, ഗ്ലോബൽ ന്യൂസിനെ കുറിച്ച് അറിയാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ലാസ്റ്റായിട്ട് കൊടുത്തേക്കുന്നത് ഇസ്രയേലിൻ്റെ ന്യൂസാണ്. ഇസ്രയേൽ സൈബർ സ്പേസിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണ് കൊടുത്തേക്കുന്നത്. ഇൻ്റർനാഷണൽ ഇതിന് യൂസ്ഫുൾ ആയിരിക്കും കുറച്ച്. പിന്നെ ഉള്ളത് ലൈവ് മിനിറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അതിൽ എക്കണോമിനെ കുറിച്ചിട്ടുള്ള ഗുഡ് ആർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ത്പീഡിയാണ്. അർത്ത്പീഡിയയിൽ എക്കണോമിനെ കുറിച്ചിട്ടുള്ള ചില സ്പെസിഫിക് ടേംസും കാര്യങ്ങളൊക്കെ അർത്ത്പീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേൾഡ് എക്കണോമിക് ഫോറമാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഈ ഗ്ലോബൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ എന്താ പറയുക ന്യൂസസ് വരും. ചിലപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ സയൻസ് ആൻഡ് ടെക്ക്, കുറേ കാര്യത്തിനെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ വരും. സോ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ചില സമയത്ത് അവർ മൈൻഡ് മാപ്പൊക്കെ തരും, അതും യൂസ്ഫുള്ളാണ് നമുക്ക്. പിന്നെ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ന് വെച്ചിട്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ വെബ്സൈറ്റിൽ ഒരുപാട് ഗ്ലോബൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് അവർ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. സോ അതിൽ ലൈക്ക് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, ക്ലൈമറ്റ് ചേഞ്ചിനും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ അടുത്തിടെയായിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി ട്രാൻസിഷനെ കുറിച്ചിട്ടാണ്. അതായത് ഏഷ്യൻ കൺട്രീസിലെ എനർജി ട്രാൻസിഷൻ അതിനെ കുറിച്ചിട്ടായിരുന്നു ഒരു ഇതുണ്ടായിരുന്നു, ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ അഡീഷന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട്സൊക്കെ നോക്കണം കേട്ടോ. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ്റെ റിപ്പോർട്ട്, ARC റിപ്പോർട്ട്, ഇത് ഭയങ്കര ലെങ്തിയാണ്. ഒരു 100 പേജിനേക്കാൾ കൂടുതലുണ്ടാവും. സോ ഇതിൻ്റെ സമ്മറി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമ്മറി എടുത്തിട്ട് അത് വായിക്കാം, ആ സമ്മറി പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഡൗൺലോഡ് ആക്കി വെച്ചേക്കുക, എന്നിട്ട് അതിൽ പോയി നോക്കിയാലോ ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ലോ കമ്മീഷൻ്റെ റിപ്പോർട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലോ കമ്മീഷൻ്റെ ഇതിൽ അവർ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഹേറ്റ് സ്പീച്ച്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും. സോ ഇപ്പോൾ എത്തിക്സിലായാലും നമുക്ക് ഈ പോയിൻറ്റ്സൊക്കെ അതിൽ പറയുന്ന പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഉള്ളതാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലും ചില സമയത്ത് ഈ എഡ്യൂക്കേഷൻ, അങ്ങനെ ഹെൽത്ത്, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ചില സമയത്ത് ഈ ആർട്ടിക്കിൾസൊക്കെ വരാം. സോ ഇതൊക്കെ നമുക്ക് നമ്മുടെ എസ്സേയിൽ കോട്ട് ചെയ്യാൻ യൂസ്ഫുള്ളാണ്. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോജന മാഗസീനാണ്. നിങ്ങൾ യോജന മാഗസീൻ നോക്കണം കേട്ടോ. സമ്മറിയും പബ്ലിഷ് ചെയ്യും. എനിക്ക് തോന്നുന്നു IAS ബാബയൊക്കെ സമ്മറി പബ്ലിഷ് ചെയ്യും, യോജനയുടെ, കുരുക്ഷേത്രയുടെ. ഞാനതാണ് IAS ബാബയുടെ ഒന്ന് നോക്കാറ്. ചിലപ്പോൾ ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, യോജന മാഗസിൻ ഡൗൺലോഡ് ചെയ്യാതെ നോക്കണം. കുരുക്ഷേത്രം ഞാൻ അത്രയ്ക്ക് നോക്കാറില്ല, പക്ഷേ യോജന ഞാൻ നന്നായിട്ട് നോക്കാറുണ്ട്. യോജന ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡേറ്റാസും കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഓക്കെ, പലതിനെ കുറിച്ചിട്ടുള്ള ഡേറ്റാസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മുടെ വാല്യൂ അഡീഷനും ആൻസേഴ്സിലൊക്കെ കോട്ട് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഫ്രീ UPSC മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അതെന്ന് വെച്ചാൽ യൂസ്ഫുൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇഷ്ടംപോലെ ചിലപ്പോൾ ടോപ്പേഴ്സിൻ്റെ നോട്ട്സ്, പിന്നെ ആ ടോപ്പേഴ്സിൻ്റെ ആൻസർ കോപ്പി, ചില ബുക്സിൻ്റെയൊക്കെ PDF, പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ മന്ത്ലി മാഗസിൻ, ടെസ്റ്റ് സീരീസ്, ഈ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഫ്രീ UPSC മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടാവും. സോ അതിൽ നിന്നാണ് ഞാൻ മിക്ക കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ ടോപ്പർ ഇല്ലായിരുന്നു, ശ്രുതി ശർമ്മയുടെ ഹിസ്റ്ററി ഓപ്ഷണലിൻ്റെ നോട്ട്സ് ഞാൻ ഫ്രീ UPSC മെറ്റീരിയലിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഈ വെബ്സൈറ്റ് യൂസ്ഫുൾ ആണ്. സോ നിങ്ങൾ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് നോക്കുക. ചിലതൊക്കെ കിട്ടും കേട്ടോ, എനിക്കെല്ലാം കിട്ടാറൊന്നുമില്ല, ചിലത് നോക്കുമ്പോൾ ചിലതൊക്കെ കിട്ടും. സോ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങളൊന്ന് നോക്കുക. സോ ഇത്രയുമാണ് ഞാൻ ഓൺലൈൻ റിസോഴ്സസായിട്ട് UPSCക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും എനിക്ക് കിട്ടുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോർ സബ്ജക്റ്റ് ഒരു 30%, അതായത് നിങ്ങൾ സ്റ്റാൻഡേർഡ് സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാവും. അതായത് പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി, അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു 30% കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വാല്യൂ അഡീഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. വാല്യൂ അഡീഷന് വേണ്ടിയിട്ടാണ് ഈ വെബ്സൈറ്റ് വാല്യൂ അഡീഷന് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.